കേരളത്തിലെ സ്കൂളുകളിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ ഇസ്കോണിന് സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. അക്ഷയപാത്ര എന്ന പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനം വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെന്ന് ഇസ്കോൺ ബംഗളൂരു അധ്യക്ഷൻ പ്രഭു മധു പണ്ഡിത് ദാസ ജനം ടിവിയോട് പറഞ്ഞു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് ഇസ്കോൺ ഭക്ഷണ വിതരണം നടത്താറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉച്ചഭക്ഷണ പദ്ധതിയെന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ അക്ഷയപാത്ര വഴി ദിനംപ്രതി 23 ലക്ഷം പേർക്കാണ് അന്നദാനം നടത്തുന്നത്. പ്രഭു മധു പണ്ഡിത് ദാസയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 7-ന് സംപ്രേഷണം ചെയ്യും. 23 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് അക്ഷയപാത്രയിലൂടെ അന്നം കൊടുക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാവുന്നില്ല? കേരളത്തിലെ കുട്ടികളെ പരിഗണിച്ചില്ലേ? കേരളത്തിൽ നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്തു. ഗവൺമെൻറ് സ്കൂളിൽ ഫീഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ നമുക്ക് വരാൻ പറ്റുകയില്ല. അപ്പോൾ ഗവൺമെൻറ് പെർമിഷന് വേണ്ടി ഞാൻ 6-7 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതെന്തോ അത് നീങ്ങുന്നില്ല. പക്ഷേ എമർജൻസി ഡിസാസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അക്ഷയപാത്ര അവിടെ എത്തി. ഫ്ലഡ്സ് ഉണ്ടായിരുന്നപ്പോൾ നമ്മളവിടെ എത്തി. ആ ടൈമിലെല്ലാം ഗവൺമെൻറ് അലൗ ചെയ്തു, നമ്മളവിടെ ഫീഡ് ചെയ്തു. പക്ഷേ ഈ സ്കൂളുകളിൽ കൊടുക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഐ പ്രേ ദാറ്റ് വൺ ഡേ ദേ അലൗ അസ്. നമ്മളെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെയും വലിയൊരു സെൻട്രലൈസ് കിച്ചൺ സെറ്റപ്പ് ചെയ്ത് ഒരു സാമ്പിൾ നമ്മൾ ചെയ്ത് കാണിക്കാം. നമ്മൾ ഒരു ഗവൺമെൻറ്റുമായിട്ട് ഒരു കോമ്പറ്റീഷനൊന്നുമില്ല. നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന സേവ നമ്മൾ ചെയ്യാം എന്നാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ഹാർട്ട് വെച്ച് ചെയ്യാം. സർക്കാരിൻ്റെ ഉച്ചഭക്ഷണ പദ്ധതിയുമായിട്ടൊരു താരതമ്യം വരുമെന്നുള്ള ആശങ്കയായിരിക്കാം. അത് എത്ര ആയാലും നമ്മളെ ആ ഒരു ക്വാളിറ്റി ഓഫ് മീലുമായിട്ട് മാച്ച് ആവുകയില്ല. അതൊരു ഫാക്റ്റാണ്. യുക്തിമാർഗത്തിൽ നിന്ന് ഭക്തിമാർഗത്തിലേക്ക്. എൻ്റെ പേരൻസ് പറഞ്ഞു, SSLC കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവായൂരിലെന്ന് പറഞ്ഞു, ആരേ കൃഷ്ണൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെ പിടിച്ചുകൊണ്ട് വന്നു തിരിച്ച്. IIT-യിൽ നിന്ന് കൃഷ്ണമാർഗത്തിലേക്ക്. IIT ലൈബ്രറിയിൽ പ്രഭുപാദയുടെ പുസ്തകം വായിച്ചു. അതിലൊരു 2 ലൈന്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർഗോവിന്ദ സർവകാരണ കാരണമാണ്. ഞാൻ ഷോക്കായി പോയി. അതിനുശേഷം പ്രഭുപാദയുടെ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ എഴുതിയ ഭഗവത്ഗീത ഭാഗവതമെല്ലാം വായിച്ചപ്പോഴത്തേക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ 23-ാമത്തെ വയസ്സിൽ ഇസ്കോണിൽ വന്നങ്ങ് ചേർന്നു. എവിടെയും ജോലിക്ക് പോയില്ല. രാധ നൽകിയ ഉറപ്പിൽ അന്നദാനം. രാവിലെ തൊഴാൻ പോയപ്പോഴത്തേക്ക് ശ്രീമതി രാധായുടെ അടുത്ത് മുഖം നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ. നീ പേടിക്കണ്ട, ജഗത് അമ്മ ആണ്. ഞാൻ എത്ര വേണമെങ്കിലും നീ പ്ലാൻ ചെയ്തോ, എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം എനിക്ക് ഒരു ഭയവുമില്ല ഇതിന് എവിടുന്ന് പണം വരും. മലയാളിയായ മധുസൂദനൻ, പ്രഭു മധു പണ്ഡിത് ദാസ ആയ കഥ കാണാം ജന TV ഇന്ന് വൈകിട്ട് 7-ന്.